നമസ്കാരം. സൗദിയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7 ലക്ഷം കവിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ച ശേഷം ഇതുവരെ 7,2624 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 6,57,995 പേർക്ക് രോഗം ഭേദമായിട്ടുമുണ്ട്. ഇതുകൂടാതെ 35,679 പേരാണ് ഇപ്പോൾ രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത്. രാജ്യത്ത് 8,950 പേർ ഇതുവരെ കോവിഡ് ബാധിച്ചു മരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. സൗദിയിൽ 3 തവണയായി കോവിഡിന്റെ അതിവ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മൂന്നാം വ്യാപനത്തിൽ കഴിഞ്ഞ ജനുവരി 18-ന് 5,928 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കേസായി കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് തൊട്ട് താഴെയായി ഒന്നാം വ്യാപന ഘട്ടത്തിൽ 2020 ജൂൺ 16-ന് 4,919 പേർക്കും രോഗം കണ്ടെത്തിയിട്ടുണ്ട്. 2021 ജൂണിലെ രണ്ടാം വ്യാപനം അത്ര തീവ്രമല്ലാതിരുന്നതിനാൽ 1,500-ന് മുകളിൽ വരെ മാത്രമേ പ്രതിദിന കേസുകൾ ഉയർന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് 3,555 പുതിയ കേസുകളും 4,023 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ കോവിഡ് വ്യാപനം കുറഞ്ഞു വരുന്നതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ വിദേശങ്ങളിലെ തൊഴിലിടങ്ങളിൽ വെച്ച് 1,509 അപകട മരണങ്ങൾ സംഭവിച്ചുവെന്നാണ് വിദേശകാര്യ സഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചത്. അപകട മരണവുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്കായി ഏറ്റവും ചുരുങ്ങിയത് ചിലവിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പദ്ധതിയാണ് പ്രവാസി ഭാരതീയ ഭീമാ യോജന എന്നത്. ഈ സേവനം ഇപ്പോൾ ലഭ്യമാണെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 2007-ൽ തുടങ്ങിയ ഈ പദ്ധതി 2017 മുതൽ ECNR കാറ്റഗറിയിൽ വന്ന ഭൂരിഭാഗം പേർക്കും ലഭ്യമായിരിക്കുന്നു. അപകട മരണം സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന്റെ പൂർണ്ണ ചെലവും ലഭിക്കുന്ന ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം 2 വർഷത്തേക്ക് 275 രൂപയും 3 വർഷത്തേക്ക് 375 രൂപയും മാത്രമാണ്. അപകടമരണ നഷ്ടപരിഹാരങ്ങൾക്ക് പുറമേ തന്നെ ചികിത്സാ സഹായം, ലീഗൽ ഫീസ്, സ്നിഗ്ധഘട്ടങ്ങളിൽ ടിക്കറ്റ്, പ്രസവാനുകൂല്യങ്ങൾ എന്നിവയും ലഭ്യമാണ്. മറ്റ് ഇൻഷുറൻസുകളിൽ നിന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന രാജ്യത്തെ നിയമം അനുസരിച്ചോ അപകടമരണത്തിന് നഷ്ടപരിഹാരം ലഭിച്ചാലും പ്രവാസി ഭാരതീയ ഭീമാ യോജന പ്രകാരമുള്ള നഷ്ടപരിഹാരവും ലഭ്യമാണ്. സൗദി ചലച്ചിത്ര മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും നിർമ്മാണം വർദ്ധിപ്പിക്കുന്നതിനുമായി 879 മില്യൺ റിയാലിന്റെ ധനസഹായം പ്രഖ്യാപിച്ച് സൗദി ഭരണകൂടം. കൾച്ചറൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ കീഴിൽ ഫിലിം സെക്ടർ ഫിനാൻസിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. CDFന്റെ CEO മുഹമ്മദ് ദൻ ബിയേലാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയത്. രാജ്യത്തെ സിനിമാ മേഖലയിൽ ഗുണപരമായ ഒരു കുതിച്ചുചാട്ടത്തിനും മാറ്റത്തിനുമൊക്കെ സിനിമാ സെക്ടർ ഫിനാൻസിംഗ് പ്രോഗ്രാം കാരണമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. താല്പര്യവും കഴിവുമുള്ളവർക്ക് ഇത് ഗുണകരമായി ഭവിക്കും. ഇതിലൂടെ പ്രാദേശിക സിനിമാ നിർമ്മാതാക്കളെ പിന്തുണയ്ക്കാൻ സാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട. 14 ലക്ഷത്തോളം വരുന്ന ക്യാപ്റ്റഗൺ ഗുളികൾ രാജ്യത്തേക്ക് കടത്താനുള്ള ഒരു ശ്രമമാണ് സൗദി കസ്റ്റംസ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സൗദിയും ജോർദാനും അതിർത്തി പങ്കിടുന്ന അൽ ജൗഫിലെ അൽ ഹദീസ ചെക്ക് പോസ്റ്റിൽ വെച്ചായിരുന്നു ലഹരി ഗുളികകൾ പിടികൂടിയത്. 5 വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ടാണ് ലഹരി ഗുളികളുടെ ശേഖരം പിടികൂടിയിരിക്കുന്നത്. സൗദി അറേബ്യ ജോർദനുമായി അതിർത്തി പങ്കിടുന്ന അൽ ജൗഫിലെ അൽ ഹദീസ ചെക്ക് പോസ്റ്റിൽ വെച്ചായിരുന്നു മയക്കുമരുന്ന് വേട്ട നടത്തിയത്. ട്രക്കുകളിലും യാത്രാ വാഹനങ്ങളുമായി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 14 ലക്ഷത്തിലധികം വരുന്ന ക്യാപ്റ്റഗൺ ഗുളികകൾ പിടിച്ചെടുത്തതായിട്ടാണ് സൗദി കസ്റ്റംസ് അതോറിറ്റിയും വ്യക്തമാക്കിയിരിക്കുന്നത്.